തിരുവനന്തപുരം ആമയിഴഞ്ചാൻതോട് അപകടം കേരളത്തിലെ പല ഗുരുതര പ്രശ്നങ്ങളിലേക്കുമാണ് വിരൽ ചൂണ്ടിയത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നുകേട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു തിരുവനന്തപുരത്തിന്റെ MP ശശി തരൂർ സംഭവ സമയത്ത് എവിടെയായിരുന്നു എന്നത്. ശശി തരൂർ ഏറെ ചോദ്യം ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമായിരുന്നു അത്. കൂടാതെ വിമർശനങ്ങൾക്ക് മറുപടിയായി ശശി തരൂർ പറഞ്ഞ വാക്കുകളാകട്ടെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരം ഇരട്ട നഗരം പദ്ധതിയെക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയാണ് ശശി തരൂർ. തിരുവനന്തപുരം ഇരട്ട നഗരം പദ്ധതി ഇല്ലാതാക്കിയത് LDF ആണെന്നാണ് ശശി തരൂർ തന്റെ ലേഖനത്തിലൂടെ ആരോപിക്കുന്നത്. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തരൂരിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അദ്ദേഹം നിർദ്ദേശിക്കുകയും ആവിഷ്കരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്ത തിരുവനന്തപുരം ബാഴ്സലോണ ഇരട്ട നഗരം പദ്ധതിക്ക് ബാഴ്സലോണയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു എന്ന് ശശി തരൂർ ലേഖനത്തിലൂടെ പറയുന്നുണ്ട്. എന്നാൽ ബാഴ്സലോണയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിട്ടും ഇടതുപക്ഷം ആ പദ്ധതിയെ ഇല്ലാതാക്കിയെന്നാണ് തരൂർ വാദിക്കുന്നത്. ശശി തരൂരിന്റെ ലേഖനത്തിലെ തുറന്നു പറച്ചിലുകളും പ്രസക്ത ഭാഗങ്ങളും ഒന്ന് നോക്കാം. 1992 ഒളിമ്പിക്സ് പോലെയുള്ള സുപ്രധാന അന്താരാഷ്ട്ര പരിപാടികൾ നടത്തി പരിചയമുള്ള പേരുകേട്ട തുറമുഖ നഗരമെന്ന നിലയിൽ ബാഴ്സലോണയ്ക്ക് മാലിന്യ സംസ്കരണം, നഗര സംവിധാനം, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, കുടിവെള്ളം ലഭ്യമാക്കൽ എന്നീ നഗരപരമായ വിഷയങ്ങളിൽ പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും തങ്ങളുമായി ഏറെ സാദൃശ്യമുള്ള തിരുവനന്തപുരവുമായി ഈ വൈദഗ്ധ്യം പങ്കുവയ്ക്കാൻ ബാഴ്സലോണയ്ക്ക് കഴിയുമെന്നാണ് 2009 ഞാൻ കണക്കുകൂട്ടിയത്. അടിസ്ഥാന സൗകര്യ വികസനം, മികച്ച മാലിന്യ സംസ്കരണം, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം എന്നിവയ്ക്കൊപ്പം സാംസ്കാരിക, കായിക, ആരോഗ്യ മേഖലകളിലും ഇരട്ട നഗര പദ്ധതി പുതിയ വാതിലുകൾ തുറക്കുമായിരുന്നു. 2009 ഞാൻ നേരിട്ട് ബാഴ്സലോണ സന്ദർശിച്ച് മേയർ ജോർദി ഹെര്യു അടക്കമുള്ള പ്രധാന നഗര കൗൺസിൽ അംഗങ്ങളെ കണ്ട് സംസാരിച്ചിരുന്നു. എന്റെ അഭ്യർത്ഥനയനുസരിച്ച് നഗര കൗൺസിലിന്റെ അന്താരാഷ്ട്ര ബന്ധ വിഭാഗ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല ബാഴ്സലോണിയൻ നയതന്ത്ര സംഘം അന്ന് തിരുവനന്തപുരം സന്ദർശിച്ചിരുന്നു. ഇവിടുത്തെ കോർപ്പറേഷൻ പ്രതിനിധികളുമായി ആദ്യഘട്ട ചർച്ചകൾ നടത്തിയ സംഘം ഏതൊക്കെ മേഖലകളിൽ സഹകരണം വേണമെന്ന് നിശ്ചയിക്കുകയും 2010 ജനുവരിയിൽ ഈ ഉദ്യമത്തിന് അനുകൂലമായി ബാഴ്സലോണ നഗര കൗൺസിൽ പ്രമേയം പാസാക്കുകയും ചെയ്തു. അന്ന് സഹകരണത്തിലൂടെയുള്ള വികസനത്തിനായി ബാഴ്സലോണ വലിയൊരു ബജറ്റ് തന്നെ നീക്കിവെച്ചിരുന്നു എന്നത് പ്രത്യേകം ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. LDF ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ അനുകൂലമായ തീരുമാനം മാത്രമായിരുന്നു പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിരുന്ന അവസാന പടി. അനുകൂലമായ പ്രമേയം രൂപവത്കരിക്കണമെന്ന ഉദ്ദേശത്തോടെ അന്നത്തെ മേയർക്ക് കരട് കരാർ തയ്യാറാക്കി അയച്ചിരുന്നു. ഇതിനിടെ ചീഫ് ആർക്കിടെക്ട് അടങ്ങുന്ന രണ്ടാമതൊരു ബാഴ്സലോണിയൻ സംഘം തിരുവനന്തപുരത്തിന്റെ മറ്റു ഭാഗങ്ങൾ സന്ദർശിച്ച് പാർവതി പുത്തനാറിന്റെ പുനരുജ്ജീവനത്തിനു വേണ്ട പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രാദേശിക സ്വയംഭരണ വകുപ്പുകളുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് മേയർ ആദ്യമൊക്കെ അവകാശം ഉന്നയിച്ചെങ്കിലും സ്പോർട്സ്, IT, ആരോഗ്യം എന്നിവ കോർപ്പറേഷന്റെ അധികാരപരിധിക്ക് പുറത്താണെന്ന് പറഞ്ഞ് അദ്ദേഹം കൈവെക്കാതെ തന്നെ കരാറിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള തടസ്സവാദങ്ങളുമായി എത്തി. യഥാർത്ഥത്തിൽ ഇരട്ട നഗര പദ്ധതി അന്ന് നഗര സംവിധാനം, ശുചീകരണം എന്നീ മേഖലകളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം പദ്ധതിക്ക് അനുമതി നൽകിയില്ലെന്ന് മാത്രമല്ല, നഗര കൗൺസിലിന്റെ മുന്നിൽ വിഷയം ചർച്ചയ്ക്ക് പോലും കൊണ്ടുവന്നില്ല. 2 ബാഴ്സലോണിയൻ വിദഗ്ധ സംഘങ്ങളുടെ സന്ദർശനത്തിനും ടാഗോർ ഹാളിൽ വെച്ച് നടന്ന ബാഴ്സലോണിയൻ സംഗീത ഗ്രൂപ്പിന്റെ മനോഹരമായ സംഗീത നിശയ്ക്കും മേയറും ബാഴ്സലോണിയൻ മേയറുമായി നടന്ന എണ്ണമറ്റ ഔദ്യോഗിക ആശയവിനിമയങ്ങൾക്കുമെല്ലാം ഒടുവിലാണ് പദ്ധതി തള്ളപ്പെട്ടത് എന്നത് അത്യന്തം വിഷമിപ്പിക്കുന്നതാണെന്ന് പറയുന്ന ശശി തരൂർ ഒരു ചോദ്യത്തിന് മാത്രം LDF ഇപ്പോഴും ഉത്തരം നൽകാനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു. കൊച്ചിയും കോഴിക്കോടും അടക്കമുള്ള ഇന്ത്യയിലെ മറ്റു നഗരങ്ങൾ എങ്ങനെയാണ് സമാനമായ ഇരട്ട നഗര കരാറുകൾ ഉണ്ടാക്കിയത്, അതും ഒരേ സമയം ഒന്നിലധികം നഗരങ്ങളുമായി എന്നാണ് ശശി തരൂർ ചോദിക്കുന്നത്. കരാർ ഒപ്പിടുന്നതിനുള്ള അവസാന തീയതി അടുത്തപ്പോഴും താൻ അതേക്കുറിച്ച് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചെങ്കിലും LDF കൗൺസിലിൽ ഒരു ലളിതമായ പ്രമേയം അവതരിപ്പിക്കുന്നതിലും അത് പാസ്സാക്കുന്നതിലും പരാജയപ്പെട്ടു. എല്ലാറ്റിനെയും വിമർശന ബുദ്ധിയോടെ കാണുന്ന കോർപ്പറേഷന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ കരാർ ഒപ്പിടാനുള്ള അധികാരം തങ്ങൾക്കില്ലെന്നും നഗരവികസന മന്ത്രാലയത്തിന്റെ അനുമതി വേണമെന്നും കോർപ്പറേഷൻ അവകാശപ്പെട്ടു. തങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലെന്ന് മന്ത്രാലയം മറുപടി നൽകി. അവസാനം 2010 ഡിസംബർ 10 ബാഴ്സലോണയുടെ നീണ്ടകാല ഓഫർ അവസാനിച്ചു. തങ്ങളുടെ ഭരണത്തിനു കീഴിലുണ്ടായ ജോയുടെ മരണത്തിന്റെ പേരിൽ വലിയ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നേരിടുമ്പോൾ
അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ തിരുവനന്തപുരം ബാഴ്സലോണ ഇരട്ട നഗര പദ്ധതിയുടെ പരാജയത്തിന്റെ പേരിൽ LDF എന്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണെന്ന് ശശി തരൂർ പറയുന്നു. കൂടാതെ ഇത് വിദ്വേഷത്തിന്റെ അങ്ങേയറ്റമാണെന്നും നാണംകെട്ട നീക്കമാണെന്നും തരൂർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ശശി തരൂരോ പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു അംഗമോ സമാനമായൊരു പദ്ധതി നിർദ്ദേശിച്ചാൽ അത് ഇടതുപക്ഷത്തിന്റെ കേവല രാഷ്ട്രീയത്തിന് മുന്നിൽ ബലി നൽകപ്പെടുമെന്നാണ് ശശി തരൂർ പറയുന്നത്. ഭരണനിർവഹണം ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെയും മുനിസിപ്പൽ കോർപ്പറേഷന്റെയും കൈകളിലാണുള്ളതെന്നും വികസനത്തോട് ഒരു പ്രതിജ്ഞാബദ്ധതയും ഇല്ലാത്തവരുടെ കഴിവില്ലായ്മയുടെ വലിയ ഓർമ്മപ്പെടുത്തലാണ് ജോയുടെ അസ്വസ്ഥതപ്പെടുത്തുന്ന അകാല മരണമെന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ശശി തരൂരിന്റെ മാതൃഭൂമിയിൽ നൽകിയ ലേഖനം അവസാനിക്കുന്നത്.